ശ്രീ കെ പ്രേംകുമാർ, അങ്ങേക്ക് 13 മിനിറ്റ്. സർ, 47-ൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 10 വർഷം കഴിഞ്ഞാണ് 1957-ൽ കേരളത്തിലൊരു ഗവൺമെൻറ് ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അന്ന് കേരളം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു. ശിശുമരണ നിരക്ക് ഏറ്റവും ഉയർന്ന നാടായിരുന്നു കേരളം. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ വളരെ പിറകിലായിരുന്നു കേരളം. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ലോകത്തിന് മാതൃകയാകുന്ന ഇന്ത്യയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളത്തിന് മാറാൻ സാധിച്ചു. ശിശുമരണ നിരക്ക് അഖിലേന്ത്യാ ശരാശരി എന്ന് പറയുന്നത് 1028ആണ്. ദേശീയ ശരാശരി 1097ആണ്. കേരളത്തിൽ ശിശുമരണ നിരക്ക് 1006ആണ്. ആയുർദൈർഘ്യം ദേശീയ ശരാശരി 70 ആണെങ്കിൽ കേരളത്തിൽ ജനിക്കുന്ന മനുഷ്യന് സാധാരണ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യരെക്കാളും 5 മുതൽ 10 വർഷം വരെ അധികം ജീവിക്കാൻ കഴിയുന്ന നാടായി, സമൂഹമായി നമ്മുടെ കേരളത്തിന് മാറാൻ സാധിച്ചു. ഇന്ന് ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന 50 ജനുവരി 26 നിലവിൽ വന്നതിന് ശേഷം അത് പ്രധാനമായും കാണുന്നത്, അടിസ്ഥാനപരമായി കാണുന്നത്, ഇന്നത്തെ സന്ദർഭത്തിൽ ഈ ചർച്ചാവേളയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത്, സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൂല്യം ഫെഡറൽ തത്വങ്ങൾ അത് പാലിക്കണം, മുന്നോട്ട് പോകണം എന്നതാണ്. എന്നാൽ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും ലംഘിക്കുന്ന, വെല്ലുവിളിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ 5 വർഷം സവിശേഷമായും കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ വിശേഷിച്ചും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. യൂണിയൻ സർക്കാരിൻ്റെ സാമ്പത്തിക കടന്നാക്രമണം വലിയ തോതിൽ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളോട് നിശ്ചയമായും ഒരു വിരോധത്തിൻ്റെ, കടന്നാക്രമണത്തിൻ്റെ ശൈലി സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭരണം അവസാനിക്കുകയല്ല, ആ ഭരണം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വീണ്ടും രാജ്യത്ത് തുടരുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നാം കണ്ടത്. അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാമെങ്കിലും, എന്നാൽ തനത് വരുമാനം ഉയർത്തിയും ധനമാനേജ്മെന്റ് കാര്യക്ഷമമാക്കിയും നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും അധിക ചെലവുകൾ നിയന്ത്രിച്ചും സാമ്പത്തിക ദൃഢീകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുമാണ് ട്രഷറി പൂട്ടാതെ കേരളത്തിലെ ഗവൺമെന്റ്, ധനകാര്യ വകുപ്പ് സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്തത് എന്ന് നാം കാണേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്തെ ഉയർന്ന വരുമാന വർധന നിരക്ക് നമുക്ക് നേടാൻ സാധിച്ചു. ഉൽപാദന വളർച്ചാ നിരക്ക് ആർജിക്കാൻ നമ്മുടെ കേരള സംസ്ഥാനത്തിനായി. GST വരുമാനം 23,000 കോടി രൂപ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. റവന്യൂ കമ്മി 1% താഴെ എത്തിച്ച ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലുള്ള ഇടപെടൽ നടത്തിയ സംസ്ഥാനമായി നമുക്ക് മാറാനായി. 0.9% കേരളത്തിൻ്റെ റവന്യൂ കമ്മി എന്ന് നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കടവുമായി ബന്ധപ്പെട്ടാണ്. കടമെടുക്കുന്നതിൽ വിവിധ സംസ്ഥാനങ്ങൾ 14ാം സ്ഥാനമാണ് കേരളം. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. തമിഴ്നാട് 91,000 കോടിയാണ് 2022-23 വർഷത്തിൽ. അതാണ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്ക്. മഹാരാഷ്ട്ര 80,000 കോടിയാണ്. ആന്ധ്ര 68,400 കോടിയാണ്. UP 61,350 കോടിയാണ്. കർണാടകം 60,000 കോടിയാണ്. അതിനുശേഷം രാജസ്ഥാൻ, ബംഗാൾ, ബീഹാർ, പഞ്ചാബ്, തെലങ്കാന, ഹരിയാന, മധ്യപ്രദേശ്, ഗുജറാത്ത്, അതിനുശേഷമാണ് കേരളം എന്ന് നാം കാണണം. GDP-യുടെ 3.5% കേരളത്തിന് കടമെടുക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ കടമെടുക്കാനുള്ള ആ മിനിമം അവകാശത്തെയെങ്കിലും സംരക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നില്ല രാജ്യത്തെ ഗവൺമെന്റ് എന്നത് ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമായി നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. സർക്കാർ ചെലവ് കുറയ്ക്കുകയല്ല, പൊതു ചെലവ് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതിസന്ധികൾക്ക് നടുവിലും എന്ന് നാം കാണണം. 2023 മാർച്ചിൽ ട്രഷറിയിൽ ചെലവഴിച്ച സംഖ്യ എന്ന് പറയുന്നത് 22,000 കോടിയായിരുന്നുവെങ്കിൽ 2024 മാർച്ചിൽ 26,000 കോടി രൂപ ട്രഷറിയിലൂടെ ചെലവഴിച്ച ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിച്ചോ? നമുക്ക് പരിശോധിക്കാം.
കേരളത്തിന്റെ തനത് വരുമാനത്തിൽ നല്ല വർധനവുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. 60% വർധനവ്. GST 2020-21 24,170 കോടി രൂപയായിരുന്നു കേരളത്തിലേതെങ്കിൽ 23-24 അത് 36,750 കോടി രൂപയാക്കി നമുക്ക് വർദ്ധിപ്പിക്കാനായി. വിൽപ്പന നികുതി 22,480 കോടിയായിരുന്നു 2020-21 23-24 27,690 കോടി രൂപയാക്കി മാറ്റി. എക്സൈസ് നികുതി 2020-21 2,023 കോടിയാണെങ്കിൽ 23-24 അത് 2,944 കോടിയാക്കി നമുക്ക് ഉയർത്താനായി. അങ്ങനെ തനത് വരുമാനം കൃത്യമായി വർദ്ധിപ്പിക്കാൻ 60% വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനമോ UGC ശമ്പള പരിഷ്കരണം കേരളത്തിനുള്ളത് ഇപ്പോഴും തന്നിട്ടില്ല. കോളേജ് അധ്യാപകരുടെ ശമ്പളം നാം നിശ്ചയിക്കുന്ന UGC നിശ്ചയിക്കുന്ന ശമ്പളം കൊടുക്കണമെങ്കിൽ അത് തരുന്നതിൽ കുടിശ്ശികയാണ്. നഗരവികസന ഗ്രാന്റ് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് അത് കുടിശ്ശികയാണ്. ഗ്രാമവികസന ഗ്രാന്റ് കുടിശ്ശികയാണ്. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയാണ്. കേരളത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുടിശ്ശികയാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് കുടിശ്ശികയാണ്. GST നഷ്ടപരിഹാരം കുടിശ്ശികയാണ്. ഈ ഹെഡിലെല്ലാം കേരളത്തിന് അർഹതപ്പെട്ടത് കുടിശ്ശിക വരുത്തുന്നു. എന്നാൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അതിന് പിന്തുണ നൽകുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ? യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികൾ എന്തെല്ലാമാണ്? നാം എല്ലാം പൊതുവിൽ ആഗ്രഹിക്കുന്നു ഇന്നത്തെ കേരളത്തെ ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് മുന്നേറ്റത്തിന് അനുസൃതമായി നമുക്കിനി ചുവടുവെക്കാനുള്ളത് കേരളത്തിന് എയിംസ് വേണം. അനുവദിക്കുന്നില്ല. ശബരിമല വിമാനത്താവളം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, അനുമതി തരുന്നില്ല, ഫണ്ടില്ല. റെയിൽവേ കോച്ച് ഫാക്ടറി പതിറ്റാണ്ടുകളായി കേരളം മുന്നോട്ട് വയ്ക്കുന്ന, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ കേരളത്തിന് ഒരു കോച്ച് ഫാക്ടറി അനുവദിക്കണമെന്ന ആവശ്യം പാലക്കാട് കഞ്ചിക്കോട് സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്ത് നൽകിയിട്ട് പതിറ്റാണ്ടുകളായി അവഗണിക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കാൾ പദവി നൽകുന്നില്ല. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനുള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ്, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ ഉണ്ടാക്കുന്ന പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നില്ല. അവരുടെ യാത്രാ ടിക്കറ്റ്, വിമാന നിരക്ക് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല. ടൂറിസം, IT മേഖലയ്ക്ക് കേരളത്തിന്റെ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുന്ന സമീപനം രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള കൈമാറ്റങ്ങൾക്കായി നീക്കിവെച്ച തുകയിൽ, അതാണ് ഫെഡറൽ തത്വങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. യൂണിയൻ ഗവൺമെന്റിന് ആവശ്യമുള്ളത് അർഹതപ്പെട്ടത് യൂണിയൻ ഗവൺമെന്റിനും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സുശക്തമായ സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ അതിന് 37,954 കോടി രൂപയാണ് യൂണിയൻ ഗവൺമെന്റ് വെട്ടിക്കുറച്ചത്. കാർഷിക മേഖലയ്ക്കുള്ള അടങ്കൽ വെട്ടിക്കുറച്ചു. ഭക്ഷ്യ സബ്സിഡിക്കുള്ള സംഖ്യ വെട്ടിക്കുറച്ചു. ആശാ അംഗൻവാടി ജീവനക്കാരുടെ വേതനത്തിന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് നൽകുന്നില്ല, വർദ്ധിപ്പിക്കുന്നില്ല. കടമെടുപ്പ് പരിധി കൂട്ടിയില്ല. നികുതി വിഹിതം 60% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം GSDP അത് സ്ഥിരവിലയിൽ 6.6% വളർച്ച രേഖപ്പെടുത്തി. അഖിലേന്ത്യാ തലത്തിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 5.9%. കേരളത്തിൽ അത് 6.06%. പച്ചക്കറി, തേങ്ങ, നെല്ല്, റബ്ബർ, ഏലം, തേയില, കാപ്പി എന്നിവയുടെ എല്ലാം ഉൽപാദനം ഈ പ്രതിസന്ധികൾക്ക് നടുവിലും വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് നാം തിരിച്ചറിയണം. ക്ഷീരോത്പാദന ക്ഷമത ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിലുണ്ട്. ദരിദ്രരും ദുർബലരുമായിട്ടുള്ള 42 ലക്ഷത്തോളം കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി രൂപീകരിച്ചിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അത് രണ്ടാം പിണറായി സർക്കാർ അതിനുവേണ്ടി ആകെ 2,795 കോടി രൂപ ചിലവഴിക്കുന്ന സാഹചര്യമുണ്ടായി. കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന തരത്തിൽ പദ്ധതിയെ വിപുലപ്പെടുത്തുകയാണ് ഈ പരിമിതിക്കിടയിലും കേരളം ചെയ്തത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന തൊഴിലുറപ്പ് മേഖല, അതിന് കേന്ദ്ര വിഹിതം ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു.
സംസ്ഥാനത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം എന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിന്റെ അഭിപ്രായത്തോട്, ആവശ്യത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല യൂണിയൻ ഗവൺമെന്റ്. കടമെടുപ്പ് പരിധി സംസ്ഥാന GDP-യുടെ 3.5% ഉയർത്തണമെന്ന് പറയുമ്പോൾ അതിനോടും അനുഭാവപൂർണമായ നിലപാടില്ല. ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും ഒന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഈ ഉപക്ഷേപത്തിന്മേൽ ഒരഭിപ്രായം, ഒരു നിലപാട്, ഒരു വാക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ നമ്മുടെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നത് അപമാനകരമായ കാഴ്ചയാണ്. ആരെയാണ് പ്രതിപക്ഷം ഭയക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. കേരളം ഇതാ വീണ്ടും ഓൺലൈൻ വ്യാപാരത്തിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ആ രംഗത്ത് സംസ്ഥാനത്ത് എങ്ങനെ ആ മേഖലയിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഈ അന്തരീക്ഷത്തിൽ കിട്ടുന്ന അവസരത്തിൽ ധനകാര്യ ബില്ലിനെ സംബന്ധിച്ച് ഒന്നും പറയാതെ ഇടതുപക്ഷത്തിന്റെ മെക്കിട്ട് കയറാനാണ് ചിലർ അവസരം ഉപയോഗിക്കുന്നത്. അതിൽ പറയുകയാണ്, ഇവിടെ കേരളത്തിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും മത്തിലാണ് CPIM എന്ന് പെരിന്തൽമണ്ണ അംഗം ഇവിടെ പറയുന്നത് കേട്ടു. പെരിന്തൽമണ്ണ അംഗം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ മുൻഗണന പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റിന് മുൻഗണനയുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ മുൻഗണനയാണ്. ആ മുൻഗണന ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, നടപ്പിലാക്കുകയും ചെയ്യും. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക എങ്ങനെയാണെന്ന് ഇവിടെ ശ്രീ PC വിഷ്ണുനാഥിന് സംശയമാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി കുടിശ്ശിക വരുത്തി ഇറങ്ങിപ്പോയ ഗവൺമെന്റിന് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള കേരളത്തിലെ 1ാം പിണറായി സർക്കാർ ആദ്യ ഓണക്കാലത്ത് വീട്ടിൽ 2 പേർ പെൻഷൻകാരുണ്ടെങ്കിൽ അവർക്ക് 12,000-ഉം 18,000-ഉം ഒക്കെ 40,000-ഉം 60,000-ഉം രൂപ വരെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുള്ള 2 പേരുള്ള വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? 96 മാസമായി ഗവൺമെന്റ് വന്നിട്ട് 113 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് ടു ലൈഫ് ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. റൈറ്റ് ടു ലൈഫ് ഉറപ്പാക്കുന്നതിന് കേരളമാണ് അതിന് സമാധാനപരമായി വർഗീയ സംഘർഷങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കണ്ണൂരിൽ ശ്രീ സുധാകരൻ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ഒന്നും പറയരുത് എന്നാണ്. ഇവിടെ അമിത്ഷാ ജയിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി ജയിച്ചിട്ടുണ്ട്, 10 കൊല്ലമായി അവർ ഭരിക്കുകയാണ്. ഇപ്പോഴതാ അവരുടെ നേതൃത്വത്തിലുള്ള മുന്നണി 3ാമത്തെ ടേമിലേക്ക് 11ാമത്തെ വർഷത്തിലേക്ക് ഭരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ വിമർശിക്കാൻ പാടില്ല എന്നാണോ? അതാണോ ജനാധിപത്യത്തിന്റെ തത്വം? ഒരാൾ ജയിച്ചാൽ അവരുടെ ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ അവരോടുള്ള വിമർശനം സ്വീകരിക്കേണ്ടത്? എത്ര വോട്ടിന് ജയിച്ചാലും സുധാകരൻ എന്നയാളുടെ ഭാഷ, അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ രീതി അത് ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ അല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കും എന്ന് പറയാനുള്ള ആർജവമില്ലാത്തവരാണ് കോൺഗ്രസും പ്രതിപക്ഷവും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.